നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ചാൽ ബീച്ചിന് അന്താരാഷ്ട്ര അംഗീകാരം. പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷവും സുരക്ഷയും ഒരുക്കിയതിനാണ് ഡെൻമാർക്ക് ആസ്ഥാനമായ FEEയുടെ അന്താരാഷ്ട്ര അംഗീകാരം ചാൽ ബീച്ചിനെ തേടിയെത്തിയത്. വിഷുവരവ് അറിയിച്ചുകൊണ്ട് നാടെങ്ങും കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. വിഷുവിപണിയും സജീവം, വൻ ജനത്തിരക്ക്, മൺകലത്തിന് ആവശ്യക്കാർ ഏറെ. മുണ്ടേരിയിലും പാപ്പിനിശ്ശേരിയിലും വൻ കഞ്ചാവ് വേട്ട. കൊൽക്കത്ത സ്വദേശികളായ ദമ്പതിമാരും ബസ് യാത്രികരായ 2 UP സ്വദേശികളും അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ചാൽ ബീച്ചിന് ബ്ലൂ ഫ്ലാഗ്. മന്ത്രി മുഹമ്മദ് റിയാസ് പതാക ഉയർത്തും. പരിസ്ഥിതി സൗഹൃദവും സുരക്ഷിതവുമായ ടൂറിസം വികസനത്തിന് ലഭിക്കുന്ന അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് നേട്ടം സ്വന്തമാക്കിയ ചാൽ ബീച്ചിൽ ഞായറാഴ്ച ഔദ്യോഗിക പതാക ഉയർത്തൽ ചടങ്ങ് നടത്തും. ഡെൻമാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനാണ് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നൽകുന്നത്. നമ്മളിത് പ്രധാനമായും വിളിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, ചാൽ ബീച്ചിൽ ബ്ലൂ ഫ്ലാഗ് പദവി ഉയർത്തൽ അതിന്റെ ഒരു പ്രഖ്യാപനവും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഓൾറെഡി അനൗൺസ് ചെയ്തു. പക്ഷെ അവിടെ ഇത് അനൗൺസ് ചെയ്യുകയും അതിന്റെ ഫ്ലാഗ് ഉയർത്തുകയും ചെയ്യുന്നത് നാളെ വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ്. നമ്മുടെ ജില്ലയും സംസ്ഥാനത്തെയും സംബന്ധിച്ചും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ ബ്ലൂ ഫ്ലാഗ് പദവി എന്നത് എല്ലാ സ്ഥലത്തും ലഭ്യമാവുന്നൊന്നുമല്ല. അത് പാരിസ്ഥിതിക സൗഹൃദമായ ഇടപെടൽ, ആ ബീച്ചിന്റെ പ്രത്യേകത, അവിടുത്തെ ശുചിത്വം, വെള്ളത്തിന്റെ ഗുണനിലവാരം, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ രീതി, ഇതിനെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇത് നൽകുന്നത്. നമ്മുടെ രാജ്യത്ത് തന്ന കുറിപ്പിലുണ്ട്, ഞാൻ വിഷയത്തിൽ 13 സ്ഥലത്ത് മാത്രമേ ഇതുള്ളൂ. കേരളത്തിൽ കാപ്പാട് മാത്രമാണ് നേരത്തെ ഇത് ലഭ്യമായത്. അതുവഴി നമുക്ക് ലഭ്യമാകുന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷനിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റായി നമ്മുടെ ഈ കേന്ദ്രം മാറും. അത് ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് തന്നെ പൊതുവിൽ ഗുണം ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം മാത്രമല്ല, വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു വലിയ സ്റ്റെപ്പായിട്ട് ഇത് മാറാൻ പോവാണ് നമ്മുടെ ടൂറിസം വികസനത്തിൽ. ഇപ്പൊ വിദേശത്തുള്ള സഞ്ചാരികൾ ഒക്കെ അവരെല്ലാം ഇങ്ങനെയുള്ള മാർക്കഡായ സ്ഥലത്താണ് പ്രധാനമായിട്ടും പോവുക. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ലൈനുള്ളത്. ഒരു വലിയ ഡെവലപ്മെന്റ് സാധ്യത സ്വാഭാവികമായിട്ട് വരികയും ചെയ്യും. അപ്പൊ ഇതൊരു വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമായിട്ടാണ് ചാൽ ബീച്ചിൽ ഈ ലഭ്യമായ ബ്ലൂ ഫ്ലാഗ് പദവിയെ ഞങ്ങൾ കാണുന്നത്. പരിസ്ഥിതി സൗഹൃദമായ ഇടപെടലുകളിലൂടെ വൃത്തിയും സുരക്ഷയും ഉറപ്പാക്കിയാണ് അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് നേട്ടം കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചാൽ ബീച്ച് സ്വന്തമാക്കിയത്. കേരളത്തിൽ മുൻപ് കാപ്പാട് ബീച്ച് മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. രാജ്യത്ത് 13 ബീച്ചുകളാണ് ഈ വർഷം ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നേടിയത്. ആഗോള വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പുതിയ നേട്ടം ഗുണകരമാകുമെന്നും ഇതുവഴി ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര മേഖലയിലും ഉണർവുണ്ടാകുമെന്നും KV സുമേഷ് MLA പതാക ഉയർത്തൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് PRD ചേംബറിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശീയരായ ആളുകൾക്ക് നിരവധി തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംയുക്തമായി കണ്ണൂരിൽ ചിത്രചന്ത നടത്തി. പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപം നടന്ന ആ ചിത്രചന്ത മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഏറെ പേരെ ആകർഷിച്ച ചിത്രചന്തയിൽ പൊതുജനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, വിദേശികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനും വാങ്ങുവാനുമുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ചിത്രകാരന്മാർക്ക് അവരുടെ ചിത്രങ്ങൾ വിൽക്കുവാനുള്ള അവസരമാണ് ചിത്രചന്തയിലൂടെ ഒരുക്കിയത്. വലിയ ആശയങ്ങൾ സമൂഹത്തിന് മുമ്പാകെ കൈമാറുന്ന ചിത്രകാരന്മാർ വർത്തമാനകാലത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ ഏത് വിഷയങ്ങളിലും ചിത്രങ്ങളിലൂടെ കൈമാറാൻ കഴിയുന്ന ആശയങ്ങൾ അത് ചെറുതല്ല. ആ ആശയങ്ങൾ കൈമാറിക്കൊണ്ട് അവരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയാകുമോ അതൊക്കെ ചെയ്യാവുന്ന രീതിയിൽ എല്ലാ വിഭാഗം ആളുകളും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ അവരെ ചിത്രകാരന്മാർ മാറി നിൽക്കാതെ കൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ഭംഗിയായി ഇത്തരം ഇടപെടലുകളൊക്കെ നടത്തിക്കൊണ്ട് സമൂഹത്തിലെ മൂല്യച്യുതിക്കെതിരെയൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമൂഹത്തിൽ ആശാവഹമായ കാര്യം. തീർച്ചയായും എല്ലാ വിഭാഗം ആളുകൾ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുക. ഇവിടെ എല്ലാ വിഭാഗം ആളുകൾ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ കേരളത്തിൽ വളരെ ഭംഗിയായി ഇടപെടുന്നുണ്ട് എന്നുള്ളതും
വളരെ ആശാവഹമായ കാര്യമാണ്. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ പ്രമോദ് അടുത്തില അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഉണ്ണിരാജ മുഖ്യാതിഥിയായി. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഷമീമ, ചിത്രകലാ പരിഷത്ത് ജില്ലാ സെക്രട്ടറി പ്രിയ ഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. എബി എൻ ജോസഫ്, ബാബു കോടഞ്ചേരി, സജികുമാർ കൊട്ടോടി എന്നിവരെ ആദരിച്ചു. ചിത്രകലാ പരിഷത്ത് ഭാരവാഹികളായ കെ പി പ്രമോദ്, സുമ മഹേഷ്, അനൂപ് കൊയ്യം, മഹേഷ് മാറോളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ശബരിമലയിൽ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പുണ്യം നിറഞ്ഞ പൂങ്കാവനം സാക്ഷിയാക്കി അയ്യപ്പസ്വാമിക്ക് പമ്പയിൽ ആറാട്ട്. തന്ത്രി കണ്ഠരര് രാജീവര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിന് സാക്ഷിയാവാൻ വൻ ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിയത്. പൈങ്കുനി ഉത്രോത്സവത്തിന് സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പുറപ്പെട്ടു. ഗജരാജൻ വെള്ളിനെല്ലൂർ മണികണ്ഠൻ അയ്യപ്പസ്വാമിയുടെ തിടമ്പേറ്റി പമ്പാ ഗണപതി കോവിലിൽ ഇറക്കിയതിനു ശേഷം ദേവനെ ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളിച്ചു. ആറാട്ടിനു ശേഷം അയ്യപ്പസ്വാമിയെ ഗണപതി ക്ഷേത്രത്തിലെ മണ്ഡപത്തിലേക്ക് ആനയിച്ച് നാമജപ ഘോഷത്തോടെ സന്നിധാനത്തേക്ക് തിരിച്ചു. തുടർന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം കൊടിയിറക്കത്തോടെ ഉത്സവം സമാപിച്ചു. വിഷുവിളക്ക് പൂജ ഉള്ളതിനാൽ 18 വരെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് സൗകര്യവുമുണ്ട്. കേരള പോലീസിന്റെ വിവിധ ബറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ 447 പേരുടെ പാസിംഗ് ഔട്ട് പരേഡ് KAP 4ാം ബറ്റാലിയൻ ആസ്ഥാനത്ത് നടന്നു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹബ് സല്യൂട്ട് സ്വീകരിച്ചു. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ച വിവിധ ബറ്റാലിയനുകളിലെ റിക്രൂട്ട് സേനാംഗങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരു അംഗം എന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും 2024 ജൂണിൽ പരിശീലനം ആരംഭിച്ച MSP, KAP 2, KAP 4, KAP 5 ബറ്റാലിയനുകളിലെ 347 പോലീസ് സേനാംഗങ്ങളും 2024 സെപ്റ്റംബർ മാസം ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ പരിശീലനം ആരംഭിച്ച 100 പോലീസ് ഡ്രൈവർ സേനാംഗങ്ങളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. കാസർഗോഡ് സ്വദേശിയും KAP 4ാം ബറ്റാലിയനിലെ സേനാംഗവുമായ P. ആദർശ്, മലപ്പുറം സ്വദേശിയും MSPയിലെ TK അക്ബർ അലി എന്നിവരാണ് പരേഡ് നയിച്ചത്. സേനാംഗങ്ങളിൽ 40 പേർ ബിരുദാനന്തര ബിരുദം MTech നേടിയവരും 9 പേർ MBAക്കാരും 33 പേർ BTech, 192 ബിരുദം നേടിയവരുമാണ്. 4 B.Ed ബിരുദധാരികളും 39 ഡിപ്ലോമക്കാരും 129 പേർ +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമാണ്. എല്ലാവർക്കും പോലീസിന്റെ ജോലി എന്താണ് എന്ന കാര്യം നിങ്ങളെ ഈ ട്രെയിനിങ് കാലഘട്ടത്തിലെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേയൊക്കെ ഔട്ട്ഡോർ ക്ലാസ്സസും കുറേ ഇൻഡോർ ക്ലാസ്സസും പഠിച്ച് നിങ്ങൾ പാസ്സായി എന്ന അംഗങ്ങളായിട്ടുണ്ട്. ഈ ബാച്ചിൻ്റെ പ്രത്യേകത ഇവർക്കും പഴയ നിയമങ്ങളാണ് IPC, CRPC, എവിഡൻസ് ആക്ട് കൂടാതെ പുതിയ നിയമങ്ങളായിട്ടുള്ള BNS, BSNS കൂടി പഠിച്ച ഒരു ബാച്ചാണ്. നിങ്ങളെ ഈ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കേരള പോലീസിന്റെ മോട്ടോ മൃദുഭാവേ കിടക്കുക. ഏറ്റവും നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മളടുത്ത് വരുന്ന നമ്മളെ കൊണ്ട് എന്തെങ്കിലും സർവീസ് ആവശ്യപ്പെട്ട് വരുന്ന ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എനിക്ക് കിട്ടിയ എല്ലാ സന്ദർഭത്തിലും എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരൊറ്റ വാക്യമുള്ളൂ, നമ്മളെടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ആവശ്യത്തിന് ഏതെങ്കിലും ഓഫീസിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളോട് മറ്റേ ആൾക്കാർ എങ്ങനെ പെരുമാറണം
എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമോ അതിനേക്കാൾ ബെറ്ററായിട്ട് നമ്മൾ അങ്ങോട്ട് പ്രവർത്തിച്ചാൽ പകുതി പ്രശ്നങ്ങൾ. ഔട്ട്ഡോർ വിഷയത്തിൽ ശാരീരിക ക്ഷമത, റൂട്ട് മാർച്ച്, തടസ്സങ്ങളെ മറികടക്കൽ, ആയുധമില്ലാതെ ശത്രുവിനെ കീഴ്പ്പെടുത്തൽ, യോഗാഭ്യാസം, കരാട്ടെ എന്നിവയടങ്ങിയ ശാരീരിക പരിശീലനവും പരേഡ്, അക്രമാസക്തമായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലുള്ള ഡ്രില്ലും ഭാഗമായിരുന്നു. ആധുനിക ആയുധങ്ങളുടെ ഉപയോഗവും പ്രവർത്തനങ്ങളും, സ്ഫോടക വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവും പരിശീലനവും നൽകുന്ന വെപ്പൺ ട്രെയിനിങ്, ജംഗിളിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ അടങ്ങിയ ഫീൽഡ് ക്രാഫ്റ്റും കമാൻഡോ ട്രെയിനിങ്ങും, നവീകരിച്ച ഷീൽഡ് ഡ്രില്ലും, സ്വിമ്മിംഗ്, കമ്പ്യൂട്ടർ, ഡ്രൈവിംഗ് എന്നിവയിലും പരിശീലനം നേടി. കടൽത്തീരം വഴിയുള്ള ശത്രുക്കളുടെ കടന്നുകയറ്റം മനസ്സിലാക്കുന്നതിനായി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകളിൽ സന്ദർശിച്ചിട്ടുള്ള പരിശീലനം, കോടതികളുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള പരിശീലനം, ഇൻഡോർ വിഷയങ്ങളിൽ ഭരണഘടന, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, പോലീസ് ആക്ട്, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ തുടങ്ങിയ വിഷയങ്ങളിലെ അറിവും മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കൽ, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിലുണ്ടായ സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ, സൈക്കോളജി, വിവിധ അവസരങ്ങളിൽ ചെയ്യേണ്ട ഡ്യൂട്ടികൾ, VIP ഡ്യൂട്ടികൾ, അത്യാഹിതങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നീ അവസരങ്ങളിൽ ചെയ്യേണ്ട പോലീസ് ഡ്യൂട്ടികൾ, വിവിധ തരത്തിലുള്ള വകുപ്പ് തല വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനും സ്പെഷ്യലൈസ്ഡ് വാഹനങ്ങളായ ക്രെയിൻ, റിക്കവറി വെഹിക്കിൾ, വരുൺ, വജ്ര എന്നിവ ഉപയോഗിക്കുന്നതിനും സംബന്ധിച്ചും VIP മോട്ടോർകേഡ് വെഹിക്കിൾ മൂവ്മെൻറ്റ് എന്നീ വിഷയങ്ങളിലുമാണ് പ്രായോഗിക പരിശീലനം നൽകിയത്. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് MR അജിത് കുമാർ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് AP ആനന്ദ് R, DSC കമാൻഡർ ശ്രീകുമാർ K പിള്ള, ഏഴിമല നേവൽ അക്കാദമി ലെഫ്റ്റ് കമാൻഡർ അസ്തേഹം സർതാജ്, DSC കമാൻഡന്റ് കേണൽ PS നാഗ്രെ, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്, റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് മേധാവി അനോജ് പലിവാൽ, മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ചാൽ ബീച്ചിന് അന്താരാഷ്ട്ര അംഗീകാരം. പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷവും സുരക്ഷയും ഒരുക്കിയതിനാണ് ഡെൻമാർക്ക് ആസ്ഥാനമായ FEEയുടെ അന്താരാഷ്ട്ര അംഗീകാരം ചാൽ ബീച്ചിനെ തേടിയെത്തിയത്. വിഷുവരവ് അറിയിച്ചുകൊണ്ട് നാടെങ്ങും കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. വിഷുവിപണിയും സജീവം, വൻ ജനത്തിരക്ക്, മൺകലത്തിന് ആവശ്യക്കാർ ഏറെ. മുണ്ടേരിയിലും പാപ്പിനിശ്ശേരിയിലും വൻ കഞ്ചാവ് വേട്ട. കൊൽക്കത്ത സ്വദേശികളായ ദമ്പതിമാരും ബസ് യാത്രികരായ 2 UP സ്വദേശികളും അറസ്റ്റിൽ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. വീണ്ടും ഒരു വിഷുക്കാലം എത്തി. കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. വിഷുത്തിരക്കിൽ അമർന്നിരിക്കുകയാണ് നഗരം. വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങൾ മുതൽ പുത്തൻ വസ്ത്രങ്ങൾ വരെ വാങ്ങാനുള്ളവരുടെ തിരക്കാണ് നഗരത്തിൽ. വിഷുക്കണി ഒരുക്കാൻ മൺകലം വേണ്ടവർക്ക് സ്റ്റേഡിയം കോർണറിൽ വിപുലമായ ശേഖരമായി കാത്തിരിക്കുകയാണ് കലം കച്ചവടം. 50 രൂപ മുതൽ 650 രൂപ വില വരെയുള്ള വിവിധ സൈസിലുള്ള മൺകൂജ അടക്കമുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. എല്ലാ ഓണം വിഷു സീസണിലാണ് ആവശ്യക്കാർ കൂടുതൽ എത്തുന്നത്. എല്ലാ വിഷുക്കാലത്തും സ്റ്റേഡിയം ഭാഗത്ത് മൺപാത്രവുമായി എത്തുന്ന വടകര സ്വദേശിനി കമല ഇക്കുറിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ആളുകൾക്ക് മൺപാത്രത്തോട് ഇഷ്ടമേറിയിട്ടുണ്ടെന്നും മോശമില്ലാത്ത വ്യാപാരം നടക്കുന്നുണ്ടെന്നും കമല പറയുന്നു. എങ്കിലും സാധാരണക്കാരുടെ കീശയിൽ പണമില്ലാത്തത് തിരിച്ചടിയാവുന്നുണ്ടെന്നും കമല പറഞ്ഞു. വിഷു പ്രമാണിച്ചിട്ട് ചട്ടിയും കൊണ്ടുവന്ന് പിന്നെ എല്ലാവർക്കും മൺകല കണി വെക്കാൻ ചട്ടി ആവശ്യമാണ്. പിന്നെ
എല്ലാവരും കയ്യിലാരെ കയ്യിലും പൈസയില്ല, അതുകൊണ്ടുള്ള ഒരു വിഷമങ്ങളുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പം മോശമില്ലാത്തൊരു കച്ചവടമാകുന്നുണ്ട്. ഇപ്പോൾ മൺപാത്രത്തിനോട് നല്ല ഡിമാൻഡ് ഉള്ളതാണ്. ഇപ്പം എല്ലാവരും ഇപ്പോൾ മൺപാത്രം തന്നെ ഉപയോഗിക്കുന്നത്. സ്റ്റീലും അലുമിനിയം എല്ലാം കോട്ടിങ് ഉള്ളതിനെ കൊണ്ട് മൺപാത്രത്തിൽ തന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല. അതുകൊണ്ട് ആളുകൾ മനസ്സിലാക്കിയിട്ട് മൺപാത്രം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങണം. അതാ നമുക്ക് പറയാനുള്ളൂ. എന്നാലേ നമ്മളെ ജീവിതം മെച്ചപ്പെടും. അതെ, വില നമ്മൾ പിന്നെ ചെറിയ കുട്ടികൾ കളിക്കുന്ന പാത്രം 50 രൂപ തൊട്ട് വെള്ളത്തിൻ്റെ പാത്രം വരെ 650 രൂപ വരെ. നമ്മൾ വടകര, കോഴിക്കോട്, പിന്നെ കുറ്റ്യാടി എല്ലാ വർഷവും വരും. എല്ലാ വർഷവും ഓണം ബുസിന് വരുന്നത്. കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംയുക്തമായി കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപം നടത്തിയ ചിത്രചന്ത വേറിട്ട ആസ്വാദന അനുഭവമായി. കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച ചിത്രചന്ത ചിത്രകാരന്മാർക്ക് പ്രതീക്ഷയും അനന്ത സാധ്യതയുമായി മാറുകയാണ്. 100 കണക്കിന് ചിത്രങ്ങളുമായി 40ഓളം ചിത്രകാരന്മാരാണ് ചിത്രചന്തയിൽ പങ്കെടുത്തത്. ചിത്രചന്ത കലാസാധകരായ പൊതുജനങ്ങളെയും ഏറെ ആകർഷിച്ചു. 100 കണക്കിന് ചിത്രങ്ങളുമായി 40ഓളം ചിത്രകാരന്മാരാണ് ചിത്രചന്തയിൽ പങ്കെടുത്തത്. ചിത്രചന്ത കലാസ്വാദകരായ പൊതുജനങ്ങളെയും ഏറെ കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ചിത്രചന്ത നടത്തുന്നതെന്നും ഏറെ പ്രതീക്ഷ ഉണ്ടെന്നും ചിത്രചന്ത എന്ന ആശയം ആദ്യമാണ് കണ്ണൂരിൽ നടപ്പാക്കിയതെന്നും ചിത്രം കാണുന്നതിന് പൊതുജനങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകരായ പ്രിയ ഗോപാലനും സുമാ മഹേഷും പറഞ്ഞു. കേരളത്തിൽ ആദ്യമായാണ് ചിത്രകലാ പരിഷത്ത് ഇത്തരമൊരു ചിത്രചന്ത ഇന്ന് കണ്ണൂർ ഒരുക്കിയിരിക്കുന്നത്. ബാംഗ്ലൂർ ചിത്രകലാ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി ബാംഗ്ലൂർ സിറ്റിയിൽ വെച്ച് ചിത്രസന്ത എന്ന പേരിൽ ചിത്രചന്ത ഒരുക്കാറുണ്ട്. അപ്പോൾ അതിനോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കണ്ണൂർ ചിത്രകലാ പരിഷത്ത് ഇത്തരമൊരു പ്രയത്നത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. 40ഓളം ചിത്രകൃത്തുക്കളാണ് ഇന്നിവിടെ ചന്തയിൽ അണിനിരന്നിട്ടുള്ളത്. ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഇന്നിവിടെ ഈ നഗരത്തിൻ്റെ വീതിയിൽ ചിത്രപ്രദർശനം ജനങ്ങൾക്ക് കാണാൻ ആവശ്യമായ രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചിത്ര പ്രദർശനത്തിൽ പങ്കാളിയാവുന്നതെന്ന് ചിത്രകാരിയായ സജിത മണിയൂർ പറഞ്ഞു. ഞാൻ സജിത മണിയൂരാണ്. ഇങ്ങനൊരു ചിത്ര പ്രദർശനം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കാരണം ചിത്രചന്ത എന്ന് പറഞ്ഞത് ബാംഗ്ലൂരെല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൽ പങ്കെടുക്കാനൊന്നും പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ നടക്കുന്നത് ഇപ്രാവശ്യം. ആ ഫസ്റ്റ് നടക്കുമ്പോൾ തന്നെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് ചിത്രപ്രദർശനമൊന്നും നടത്തിയിട്ടില്ല, എങ്കിലും ചെറിയ ചെറിയ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. ഇത്തരം ചിത്രചന്തകൾ ബാംഗ്ലൂർ പോലുള്ള വലിയ നഗരങ്ങളിൽ നടക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ ഇതാദ്യമായാണ് ഇത്തരം സംരംഭം ഉണ്ടാവുന്നതെന്നും സുനിത തൃപ്പൂണിക്കര സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് സുനിത തൃപ്പാണിക്കര. ഞാൻ മൗത്ത് പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്. വായ കൊണ്ടാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാംഗ്ലൂർ ഒരുപാട് പ്രാവശ്യം ചിത്രചന്തയിൽ പങ്കെടുത്തിട്ടുണ്ട്. 5 പ്രാവശ്യം ചിത്രചന്തയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ചിത്രചന്ത ഉണ്ടായത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇതുവരെ അവിടെ ബാംഗ്ലൂരിൽ കണ്ടപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചിത്രചന്ത ഉണ്ടാവണമെന്നും എല്ലാവരും ചിത്രങ്ങളെ ഇത്രമാത്രം അംഗീകരിക്കണം എന്നൊക്കെ ആസ്വദിക്കാൻ ആൾക്കാർ വരണമെന്നൊക്കെ ഞാനും ആഗ്രഹിച്ചതാണ്. അതിവിടെ ചെറുതായിട്ടാണെങ്കിലും തുടങ്ങാൻ പറ്റിയതിലും അതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും എനിക്ക് വളരെയധികം സന്തോഷം. ചെറുപ്പം മുതലേ ഞാൻ ചിത്രം വരക്കുമായിരുന്നു. ആദ്യമൊക്കെ കൈകൊണ്ടാണ് വരച്ചുകൊണ്ടിരുന്നത്. പിന്നെ മസ്കുലർ ആട്രോഫി എന്ന അസുഖം ബാധിച്ചപ്പോൾ പിന്നെ ഏട്ടൻ്റെ ഇൻസ്പിറേഷനോടെ ഞാൻ വായ കൊണ്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഏട്ടൻ ഇതുപോലെ വായ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതലത്തിൽ നടത്തുന്ന എവൈക്കനിങ് സ്ത്രീ ശാക്തീകരണ പര്യടന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട് ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തിലും അതുപോലെ തന്നെ പ്രയാസങ്ങളിലുമൊക്കെ എല്ലാം സഹിച്ചുകൊണ്ട് വനിതാ ലീഗ് എന്ന് പറയുന്ന ഈ വലിയ പ്രസ്ഥാനം വളരെ ശക്തമായി കൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി കൂടെയുണ്ട് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാണ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളൊന്ന് സജ്ജമാകണമെന്നും നമ്മളൊന്ന് ഒരുങ്ങണമെന്നും
ആ ഒരുക്കത്തിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പ്രസംഗത്തിനപ്പുറത്തേക്ക് കൂടിയാലോചനയിലൂടെ നമ്മൾ ഒന്നിച്ച് പരസ്പരം നമ്മളുടെ ആശങ്കകളും ആശയങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് എങ്ങനെ നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് ഈ 12-ാം തീയതി മുതൽ മെയ് 11-ാം തീയതി വരെയാണ് ഈ ക്യാമ്പയിൻ സംസ്ഥാന വനിതാ ലീഗ് കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഏറ്റെടുത്തതിന്റെ ഭാഗമായി ആദ്യം തുടങ്ങുന്നത് ഇന്ന് കണ്ണൂർ വെച്ചാണ്. കണ്ണൂരിൽ നിന്ന് അതിന്റെ തുടക്കം കുറിച്ച് മെയ് 11-ാം തീയതി പാലക്കാട് അവസാനിക്കുന്നത് വരെ 14 ജില്ലകളിലും നമ്മൾ ഓരോ ഡേറ്റ് വെച്ച് നമ്മൾ അതിന്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കുൽസോവ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി മുഖ്യപ്രഭാഷണം നടത്തി. സി സീനത്ത്, സാജിദ, റോഷ്നി ഖാലിദ്, ഷമീമ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. 14 ജില്ലകളിലുമായി നടക്കുന്ന പര്യടനം മെയ് 11 വരെ നീണ്ടു നിൽക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു. കണ്ണൂർ പടന്നപ്പാലത്ത് വെച്ച് നടന്ന ക്യാമ്പിൽ വിഷു കൈനീട്ടമായി ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. കണിവൊക്കെ വീട്ടിൽ വിഷുവ, അതേപോലെ ഇതിനെ കൊണ്ട് സദ്യ വെക്കുക, എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളെന്താ വേണ്ടത് അറിയാം, നമ്മൾ ആരെങ്കിലും 1-2 ആൾ വരും ഏതെങ്കിലും സമയം 1:30 മണിക്ക് ശേഷം. കഞ്ഞി അന്ന് വെച്ച് എന്താ ഉള്ളത്, നമുക്ക് സാമ്പാറും ചോറങ്ങ് സാമ്പാറും ചോറ്, വറവും ചോറങ്ങ് വറവും ചോറ്, അത് മതി. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം നല്ല വിഷു ആഘോഷിക്കണം. അപ്പോൾ നമ്മൾ ട്രസ്റ്റിൻ്റെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ സഞ്ചിയിലോർക്ക് നമ്മൾ പേര് വിളിക്കും. ഈ കാർഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് ഒരാഴ്ച മുമ്പ് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടുന്ന അനാദിൻ്റെ സാധനങ്ങൾ നമ്മൾ തരും. എന്താ വേണ്ട, പച്ചക്കറി, എന്താ പരിപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് പറയാം. അപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞാൽ നിങ്ങൾ വരും, ആ കാർഡ് വരും. ഈ കാർഡ് നിങ്ങൾ വേറെ ആയിട്ടും കൊടുക്കാൻ പാടും. ആരെങ്കിലും ദുരുപയോഗം ചെലുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മെയിൽ നമ്മൾ ട്രസ്റ്റിൽ 60ഓളം നിർധനർക്കാണ് ഭക്ഷണ കിറ്റ് നൽകിയത്. മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർമാരായ ശ്രീകൃഷ്ണ വി, ആചാര്യ, കെ നീമ, ശ്രീദിഷ നമ്പ്യാർ എന്നിവർ നേതൃത്വം നൽകി. പരിപാടിക്ക് ട്രസ്റ്റ് ചെയർമാൻ ഉമേഷ് പോച്ചപ്പൻ, അമൃതേഷ് ഉമേഷ്, ബാബു ശങ്കർ, അഡ്വക്കേറ്റ് സോമനാഥ്, സുമ പാമ്പൻ, കവിത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഏച്ചൂർ കുയ്യാൾ ശ്രീ മഹാദേവ ക്ഷേത്ര കൊടിയേറ്റ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രാചാര്യന്മാരായ ബ്രഹ്മശ്രീ പൂന്തോട്ടത്തിൽ പുടിയൂരിലെത്ത് പാണ്ഡുരംഗൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ പൂന്തോട്ടത്തിൽ പുടിയൂരിലെത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉത്സവത്തിന്റെ ഭാഗമായി തിടമ്പു നൃത്തം, തായമ്പക, ശ്രീഭൂതബലി, നവകം, കാഴ്ചശീവേലി, നിറമാല എന്നീ ചടങ്ങുകളോടെ ഏപ്രിൽ 17-ന് ആറാട്ടുകുടി ഉത്സവം സമാപിക്കും. മുണ്ടേരിയിൽ വൻ കഞ്ചാവ് വേട്ട. മുണ്ടേരിക്കടവ് റോഡിൽ മുള ഡിപ്പോയ്ക്ക് സമീപം വാട വീട്ടിൽ താമസിക്കുന്ന കൊൽക്കത്ത സ്വദേശികളായ ജാക്കിർ സിക്താർ, അലീമ ബീബി ദമ്പതികളിൽ നിന്നാണ് 14 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ചക്കരക്കൽ CI ആസാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചക്കരക്കൽ പോലീസ് വീട്ടിൽ പരിശോധന നടത്തി കഞ്ചാവ് പിടികൂടിയത്. പാക്കറ്റുകളാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ്. നിരവധി ഒഴിഞ്ഞ പാക്കറ്റുകളും പ്ലാസ്റ്റിക് കവറുകളും അലസമായി റൂമിൽ കിടപ്പുണ്ടായിരുന്നു. ചക്കരക്കൽ SI പ്രേമരാജൻ, പ്രൊബേഷണൽ SI സജേഷ് ജോസഫ്, വിനിജ കൃഷ്ണൻ എന്നിവർക്ക് പുറമെ കണ്ണൂർ സിറ്റി ACP ജയൻ ഡൊമിനിക്കിന്റെ കീഴിലുള്ള ഡാൻസ് ആപ്പ് ടീമുകളും പ്രതികളെ പിടികൂടിയതിൽ ഉണ്ടായിരുന്നു. 3 മാസമായി ദമ്പതികൾ എന്ന പേരിൽ വാടക വീട്ടിൽ താമസിക്കുന്നതെന്നും 1 മാസത്തെ വാടക മാത്രമേ തന്നിട്ടുള്ളൂവെന്നും നാട്ടിൽ പോയതിനു ശേഷം ഇന്നാണ് തിരിച്ചു വന്നതെന്നും പോലീസ് അന്വേഷിച്ച് വന്നപ്പോഴാണ് കഞ്ചാവ് വിൽപ്പനക്കാരാണെന്ന് അറിയുന്നതെന്നും വീട്ടുടമയുടെ ബന്ധു പറഞ്ഞു. ഞാൻ പറയാം, നമുക്കിവിടെ ഇല്ല, നമ്മളുള്ള സാധനമൊക്കെ വരാൻ പറ്റി. അപ്പോൾ മുട്ടക്ക് നമ്മൾ ഫ്രണ്ടിൽ അന്വേഷിച്ചു, അവർ കൊടുത്തില്ല. അപ്പോൾ കുറേ കറങ്ങിയിട്ട് അവസാനം ലാസ്റ്റ് ഇവർ കിട്ടി. ഈ കൊടുത്ത പാർട്ടി ഈ വീട് നമ്മുടെ അതിൻ്റെ തറവാടാണ്. അപ്പോൾ ഇവർക്കറിയില്ല, അന്വേഷിച്ച് വന്ന പിന്നെ ആൾക്കാരൊന്നും അറിയില്ല. അപ്പോൾ ഇവർ 4 മാസം 1 മാസം വാടക കൊടുത്ത് 3 മാസം വാടക കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എത്തിയപ്പോൾ സംഭവം ചെയ്ത് ഇവരെ പിന്നെ ഇതിന് സാധനം ഇങ്ങനെ മയക്ക് വരുന്നതാണ്. അപ്പോൾ ഇവർ ആൾക്കാരായിട്ടും മൊത്തം പല സ്ഥലത്ത് ഇങ്ങനെ നല്ല കോൺടാക്റ്റും ഉണ്ട്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ സമയത്ത് ചിലപ്പോൾ രാത്രിയൊക്കെ ആയിട്ട് ചെറുപ്പക്കാരെ കാണാം. ചിലപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. മക്കൾ നീ ഇതൊന്നും വയ്ക്കാൻ പറ്റില്ല, അവർ നമ്മളെ എതിർക്കും, നിനക്ക് എന്താ ആവശ്യം ചോദിക്കേണ്ടതെന്ന് പറയും. ഇപ്പോൾ പിടിച്ചപ്പോൾ സംഭവം മനസ്സിലാകുന്ന ഇവർ ഇതിൻ്റെ ആളാണ്. അപ്പോൾ ഇതിന് മുമ്പേ ഇവർ ഇത് തന്നെയാണ് തൊഴിൽ. അപ്പോൾ ആര് നമ്മൾ
എനിക്ക് ഉപേക്ഷിക്കാൻ നിങ്ങൾ റൂം കൊടുക്കുമ്പോൾ ആരും ഇതേപോലത്തെ അന്വേഷിക്കുക, ഇവരെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക, എവിടുന്ന വരുന്നത് എങ്ങനെയാണ് മാത്രം കൊടുക്കുക. ഇത് ചെറിയ മക്കൾക്ക് ഇതിപ്പോൾ ഇവിടെയാണ് മിക്കവാറും വിറ്റയിച്ചിട്ടുണ്ടായത്. പാപ്പനശ്ശേരിയിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ കണ്ണൂരിലേക്ക് വരികയായിരുന്ന ബസ്സിൽ നിന്നും 5.5 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചു. 2 UP സ്വദേശികൾ പിടിയിലായി. സംശയാസ്പദമായി കണ്ട 2 പേരുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് 5.5 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. പോലീസിനെ കണ്ടപ്പോൾ മുന്നിലുള്ളയാൾ ബാഗ് പുറകിലേക്ക് നൽകി തിരിഞ്ഞു നടക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ തടഞ്ഞു നിർത്തി ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെടുത്തത്. ഉത്തർപ്രദേശ് സ്വദേശികളായ സുശീൽ കുമാർ ഗിരി, രാംരതൻ സഹനി എന്നിവരെയാണ് വളപട്ടണം പോലീസ് പിടികൂടിയത്. വളപട്ടണം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സുമേഷ് TP-യുടെ നേതൃത്വത്തിൽ SI വിപിൻ TM, ASI മഹേഷ് കുമാർ KT, ASI ഷാജി AP, CPO സുമിത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഓൾ കേരള കാർപ്പന്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരിക്കെതിരെ സായാഹ്ന നടത്തം സംഘടിപ്പിച്ചു. കലക്ടറേറ്റിന് മുന്നിൽ നിന്ന് പുറപ്പെട്ട പരിപാടി എക്സൈസ് ഓഫീസർ KV റാഫി ഉദ്ഘാടനം ചെയ്തു. വ്യാപകമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിപത്തായ ലഹരിയെ തടയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആവണം എന്നുള്ള ഉത്തമ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേരള ഗവൺമെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകളും വിവിധ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. അതുപോലെയുള്ള ഒരു പ്രവർത്തനമാണ് ബോധവൽക്കരണ സായാഹ്ന ജാഥ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജാഥയ്ക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ പിന്തുണയും അതുപോലെ നിങ്ങളുടെ ഈ ജാഥ വിജയമാക്കി തീർക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ലഹരി വിമുക്ത ക്ലാസുകളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ട് വരും തലമുറയെ ഈ മഹാവിപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ള ദൗത്യത്തിൽ നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ലഹരിക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സായാഹ്ന നടത്തം സംഘടിപ്പിച്ചത്. കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പരിപാടി പയ്യാമ്പലത്ത് സമാപിച്ചു. ഓൾ കേരള കാർപ്പന്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KK വിജിത്ത്, സെക്രട്ടറി NA ഉണ്ണികൃഷ്ണൻ, K കൃഷ്ണൻ, T സന്തോഷ് കുമാർ, KV ഷാനവാസ്, K മോഹൻദാസ്, ട്രഷറർ സഹീർ കോട്ടൂർ, ഹുസൈനാർ, പ്രശാന്തൻ VA, മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇരിക്കൂറിലെ നജ്ഫാന ക്വാർട്ടേഴ്സിന് 10,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അബ്ദുൾ റഷീദ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന് സ്ക്വാഡ് പിഴ ചുമത്തിയത്. ഇരിക്കൂർ മാർക്കറ്റിന് സമീപം നജ്ഫാന ക്വാർട്ടേഴ്സിനാണ് 10,000 രൂപ പിഴ ചുമത്തിയത്. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ ക്വാർട്ടേഴ്സിന് സമീപം വലിച്ചെറിഞ്ഞതായും കൂട്ടിയിട്ടതായും ക്വാർട്ടേഴ്സിലെ മലിനജല ടാങ്ക് ഓവർഫ്ലോ ചെയ്ത് മലിനജലം തുറസായ സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്നതായും പരിശോധനയിൽ കണ്ടെത്തി. കൂടാതെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ക്വാർട്ടേഴ്സിന് പുറകുവശത്ത് കൂട്ടിയിട്ട് കത്തിച്ചു വരുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. ക്വാർട്ടേഴ്സിൽ ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ അഭാവവും കണ്ടെത്തി. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനും മലിനജലം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ഉടമയ്ക്ക് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, ദിബിൽ CK, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് VEO സിനൂപ് CV, ക്ലർക്ക് അനുമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാൽ ബീച്ചിന് അന്താരാഷ്ട്ര അംഗീകാരം. പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷവും സുരക്ഷയും ഒരുക്കിയതിനാണ് ഡെൻമാർക്ക് ആസ്ഥാനമായ FEEയുടെ അന്താരാഷ്ട്ര അംഗീകാരം ചാൽ ബീച്ചിനെ തേടിയെത്തിയത്. വിഷുവരവ് അറിയിച്ചുകൊണ്ട് നാടെങ്ങും കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. വിഷുവിപണിയും സജീവം, വൻ ജനത്തിരക്ക്, മൺകലത്തിന് ആവശ്യക്കാർ ഏറെ. മുണ്ടേരിയിലും പാപ്പനശ്ശേരിയിലും വൻ കഞ്ചാവ് വേട്ട. കൊൽക്കത്ത സ്വദേശികളായ ദമ്പതിമാരും ബസ് യാത്രികരായ 2 UP സ്വദേശികളും അറസ്റ്റിൽ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.